ലല്ലു ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് പോയി. ഹേമ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൾ അതേ ഞെട്ടലോടെ രുക്കുവിനെ നോക്കി. അവൾ എന്തോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതുപോലെ ഞെട്ടി നിൽപ്പാണ്. എന്താ എന്താ ഇപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് പോയത്? അപ്പോൾ ഞാൻ നിങ്ങളുടെ മോളല്ലേ? രുക്കു ഹേമയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഹേമ ഒന്നും മിണ്ടാതെ താഴേക്ക് ഇറങ്ങിപ്പോയി. രുക്കു ഞെട്ടലോടെയും തളർച്ചയോടെയും അവിടെ ഇരുന്നു പോയി. ഹേമ താഴേക്ക് വരുമ്പോൾ ലല്ലു മുത്തശ്ശൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ലല്ലു, എന്തിനാ മോനെ അവളോട്? ഹേമ സങ്കടത്തിൽ ചോദിച്ചു. അറിയട്ടെ, അവളുടെ അച്ഛൻ കാരണം എൻ്റെ തനു പോയി. ഇനി ഈ പിഴച്ചുണ്ടായവൾ കാരണം എൻ്റെ കല്ലുവിനെയും കൊല്ലണോ? അവളുടെ അമ്മ ഇവിടെ വന്ന് കാണിച്ച അതേ നാടകം തന്നെയല്ലേ അവൾ നടത്തുന്നത്? ഒരു ഗർഭം, അതിൻ്റെ പേരിൽ അവൾ ആരൊക്കെയാ ബുദ്ധിമുട്ടിക്കുന്നത്? സുലു ആൻറ്റിയെ ഇവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി. എന്നിട്ടും അതൊരു സ്വാഭാവിക മരണമാക്കി മാറ്റി ഇവൾ. അതിൻ്റെ പേരിൽ കേസൊന്നും വേണ്ടെന്നുള്ള തീരുമാനത്തിലാണ് ആ കുടുംബം. എന്നിട്ടും ഇവൾക്ക് അടങ്ങാൻ വയ്യ. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കരിനിഴൽ വീഴ്ത്താൻ പിഴച്ചുണ്ടായ സന്താനം. ലല്ലു അലറുകയായിരുന്നു. അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ദേഷ്യവും സങ്കടവും എല്ലാം അവൻ അവിടെ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് അകത്തേക്ക് കല്ലുവും മറ്റും വന്നത്. എന്താ ലല്ലു, എന്താ പറ്റിയേ? ഇളയച്ചൻ അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇളയച്ചൻ ഒരുത്തിയെടുത്ത് തലയിൽ കയറ്റി വച്ചിരിക്കുന്നില്ലേ ഇവിടുത്തെ വന്നു കയറിയ സന്താനം. അവളാണ് കല്ലുവിനെ കൊല്ലാൻ നോക്കിയത്. കല്ലുവിനെ ഒന്ന് നോക്കിയിട്ട് ലല്ലു വേഗം ഇറങ്ങിപ്പോയി. പീറ്റർ, കാറിൻ്റെ അടുത്തേക്ക് നടന്നിട്ട് ലല്ലു വിളിച്ചു. ഒരു കാരണവശാലും പുറത്തുനിന്ന് ഒരാൾ അകത്തോട്ട് കടക്കരുത്. നമ്മുടെ സ്വന്തക്കാരല്ലാതെ. എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണം. ഞാൻ വരാൻ വൈകും. നമ്മുടെ ലിസിയെയും ജാക്കിയെയും കൂട്ടിൽ നിന്ന് തുറന്നു വിട്ടേക്ക് ഇപ്പോഴേ. അത്രയും പറഞ്ഞു ലല്ലു വേഗം പോയി. മാളു കല്ലുവിനെ പിടിച്ച് സോഫയിലിരുത്തി. അപ്പോഴേക്കും ഗായു അവൾക്ക് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു. ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും പരസ്പരം നോക്കിയിരിപ്പാണ്. അമ്മേ, കല്ലുവിൻ്റെ വിളി കേട്ട് കണ്ണ് നിറച്ചു നിന്ന ഹേമ വേഗം അവളുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ, മോൾക്ക് എങ്ങനെയുണ്ടടാ? അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ല അമ്മേ, പേടിക്കേണ്ട. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ പറയുവോ? കല്ലു ചെറിയ പേടിയോടെയാണ് ചോദിച്ചത്. എന്താ മോളെ? ഏട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? രുക്കു അമ്മയുടെ മോളല്ലേ? ഹേമ മുത്തശ്ശിയെ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ കയറിപ്പോയി. രുക്കു അവൾ പ്രസവിച്ച മകളല്ല, മുത്തശ്ശി പറഞ്ഞു. എല്ലാവരും മുത്തശ്ശിയെ നോക്കി. അതേ മോളെ, സച്ചിയുടെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവൾ, ശാന്തിനി. സച്ചിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു അവൾ. അവൾ ഓഫീസിൽ വന്നതിൽ പിന്നെ ഹേമയുമായി സച്ചി വഴക്കും ബഹളവും സ്ഥിരമായി. ലല്ലുവിന് 5 വയസ്സുള്ളപ്പോഴാണ് അവൾ ഇവിടെ വരുന്നത്, അവകാശം പറഞ്ഞു. മുത്തശ്ശി ഒന്ന് നിർത്തി. അന്നവൾ 6 മാസം ഗർഭിണിയായിരുന്നു. സച്ചി ഹേമയെ തള്ളിക്കളഞ്ഞു അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി. ഒപ്പം അവൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത് എന്നും പറഞ്ഞു. ഒടുവിൽ ഈ മനുഷ്യൻ പറഞ്ഞു സച്ചിയുടെ പേരിൽ ഒരു തുണ്ട് ഭൂമിയുടെ അവകാശം പോലും കൊടുക്കില്ലെന്ന്. അതെല്ലാം ഹേമമോളുടെ പേരിൽ എഴുതി വയ്ക്കുമെന്ന്. സ്വത്തുക്കൾ കിട്ടില്ലെന്നായപ്പോൾ അവൾ പുതിയ അടവെടുത്തു. ഇവിടെ ഈ വീട്ടിൽ താമസിക്കണം സച്ചിക്കൊപ്പം. ഇല്ലെങ്കിൽ അവൾ മോൻ്റെ ആഭാസം മുഴുവൻ നാട്ടുകാരെ അറിയിക്കുമെന്ന്. രണ്ടുപേരെയും ഇറക്കിവിടാൻ തുടങ്ങിയപ്പോൾ ഹേമയ്ക്ക് അവളുടെ മോന് അച്ഛനെ വേണം, അവൾക്ക് ഭർത്താവിനെ വേണം. ഇല്ലെങ്കിൽ അവൾ മോനെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടുമെന്ന് പറഞ്ഞു. അതോടെ അവൾ ഇവിടെ താമസിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു. അന്നു മുതൽ പ്രസവ ദിവസം വരെ അവൾ ഈ വീട്ടിൽ ഓരോരുത്തരെയും അവളുടെ വേലക്കാരിയാക്കി റാണിയെപ്പോലെ ജീവിച്ചു. ദുഷ്ടനെ ദൈവമധികം വളർത്തില്ലെന്ന് പറയുന്നത് ശരിയായിരുന്നു. ശാന്തിനി പ്രസവത്തിൽ മരിച്ചു. അവൾ മരിച്ച ശേഷം അവളുടെ ഭർത്താവും ഒരു മോനും ഇവിടേക്ക് വന്നു വഴക്കൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ അവളെ കൊന്നതാണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു കേസ് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങോട്ട് മാനനഷ്ടത്തിന് നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പോയി. പിന്നെ അറിഞ്ഞു അവൻ വേറെ വിവാഹമൊക്കെ കഴിഞ്ഞു മുംബൈയിലേക്ക് പോയെന്ന്. അന്ന് അവൾ പ്രസവിച്ച ഇരട്ടക്കുട്ടികളായിരുന്നു. ഒന്ന് അവൾക്കൊപ്പം അപ്പോഴേ പോയി. പിന്നെ ഉണ്ടായിരുന്നത് രുക്കു ആയിരുന്നു. അന്നു മുതൽ സ്വന്തം മോളെ പോലെയാണ് രുക്കുവിനെ ഹേമ നോക്കിയിട്ടുള്ളത്. ലല്ലുവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു. പക്ഷേ ഇപ്പോൾ തോന്നുന്നു അന്ന് ആ ശാന്തിനിക്കൊപ്പം ഇതും പോയാൽ മതിയായിരുന്നുവെന്ന്, മുത്തശ്ശി പറഞ്ഞു. അവരുടെ വാക്കുകൾ ശാന്തിനിയോടും രുക്കുവിനോടുമുള്ള ഇഷ്ടക്കേട് മുന്നിട്ട് നിന്നു. എല്ലാവരും പരസ്പരം നോക്കി. പെട്ടെന്ന് രുക്കു എങ്ങോട്ടോ പോകാൻ ഒരുങ്ങി വരുന്നത് കണ്ട് മുത്തശ്ശി എണീറ്റു. എങ്ങോട്ടാ നീ? മുത്തശ്ശൻ്റെ ചോദ്യത്തിൽ ദേഷ്യത്തിൻ്റെ മാറ്റൊലി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് പുറത്തു പോണം, അവൾ അയാളെ നോക്കാതെ മറുപടി പറഞ്ഞു. ഈ നേരത്തോ? മണി 7 കഴിഞ്ഞു, മുത്തശ്ശൻ പറഞ്ഞു. 7 അല്ല 10 മണിയായാലും ഞാൻ പോവും, എനിക്ക് പോണമെന്ന് തോന്നിയാൽ. പിന്നെ ഇന്നലെ വരെ കാണിച്ച അധികാരവും അടക്കിവാഴലുമായി എൻ്റെ അടുത്തേക്ക് വരരുത് ആരും. അത്രയും പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. ആ അമ്മയുടെ മോളല്ലേ, ഇതിനപ്പുറം കാണിക്കും. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കുക. വിളിച്ച വഴിയെ വന്നില്ലെങ്കിൽ പോണ വഴിയെ പോട്ടെന്ന് വയ്ക്കണം. മുത്തശ്ശൻ അതും പറഞ്ഞ് കയറിപ്പോയി. മാളു കല്ലുവിനെ കൊണ്ട് മുറിയിലേക്ക് പോയി.
എല്ലാവരും ഓരോ വഴിക്ക് തിരിഞ്ഞു. ഡോക്ടർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ലല്ലി ചോദിച്ചു. സാർ, നാളെ രാവിലെ 10 മണിക്ക് തരാം, വൈഷ്ണവി പറഞ്ഞു. ഓക്കെ, എന്താണ് പ്രാഥമിക നിഗമനം? ലല്ലു ചോദിച്ചു. സാർ വരൂ. ലല്ലു വൈഷ്ണവിക്കൊപ്പം പുറത്തേക്കിറങ്ങി. ഇയാളോട് പകയുള്ള ആരോ ചെയ്തതുപോലെയുണ്ട്. ശരീരം മുഴുവൻ മുറിവും ചതവുമാണ്. ഡോക്ടർ എല്ലാം വിശദീകരിച്ചു പറഞ്ഞു. ലല്ലുവിന് ശ്രാവണന്റെ അലറിക്കരച്ചിൽ ചെവിയിൽ മുഴങ്ങും പോലെ തോന്നി. സാർ, സാർ. അവന്റെ അവസ്ഥ മനസ്സിലാക്കി ഡോക്ടർ അവനെ തട്ടി വിളിച്ചു. ലല്ലു കണ്ണുകൾ അമർത്തി തുടച്ചു നോക്കി. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നാളെ പറയാൻ പറ്റൂ സാർ, വൈഷ്ണവി പറഞ്ഞു. ഓക്കെ ഡോക്ടർ, രാവിലെ ഞാൻ വരാം. ലല്ലു ഡോക്ടറിനോട് യാത്ര പറഞ്ഞിറങ്ങി. DGPയെ വിളിച്ചു വിവരം പറഞ്ഞു. പത്രക്കാർക്ക് വേണ്ട മറുപടികൾ കൊടുത്തു പോകാൻ തുടങ്ങുമ്പോഴാണ് മഹിയുടെ വിളി വരുന്നത്. ലല്ലു ആദ്യം സമയം നോക്കി. രാത്രി 10 മണിയോടടുത്തായിട്ടുണ്ട്. ഹലോ അങ്കിൾ. മഹി പറയുന്നത് കേട്ട് ലല്ലുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ദേവനോ? ലല്ലു പെട്ടെന്ന് ചോദിച്ചു. മഹി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കോൾ കട്ടാക്കി. ലല്ലു ഫോൺ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു. അമ്മയായിരുന്നു കോൾ എടുത്തത്. ഹലോ ലല്ലു, രുക്കു എവിടെ? ലല്ലു വല്ലാത്ത ദേഷ്യത്തിൽ ചോദിച്ചു. അവൾ ഇവിടെ ഉണ്ട് മോനെ. നേരത്തെ പുറത്തു പോയി കുറച്ചു മുന്നേ വന്നു. എന്താ ലല്ലു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേമ ചോദിച്ചു. ഞാൻ അവിടെ വന്നാൽ അവളുടെ മരണമായിരിക്കുമെന്ന്. അവളോട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പൊക്കോളാൻ പറയും. ലല്ലു അതും പറഞ്ഞ് ദേഷ്യത്തിൽ കോൾ കട്ടാക്കി. ആരാ മോളെ വിളിച്ചത്? മുത്തച്ഛൻ ഹേമയോട് ചോദിച്ചു. ലല്ലു ആയിരുന്നു. അവൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അച്ഛാ. രണ്ടുപേരും സംസാരിച്ചു നിൽക്കെയാണ് രുക്കു ബാഗുമായി പുറത്തേക്ക് വന്നു. രുക്കു, നീ ഇത് എവിടേക്കാ ഈ രാത്രി? ഹേമ അവളുടെ മുന്നിലേക്ക് പോയി നിന്ന് ചോദിച്ചു. എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ? എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെയോ തീർത്ഥയാത്ര പോയി. അപ്പോൾ പിന്നെ എനിക്കുള്ള ആകെ അവകാശിയും പോയി. രുക്കു ഹേമയെ നോക്കി പറഞ്ഞു. ഹേമയാണെങ്കിൽ സങ്കടവും ദേഷ്യവും വന്ന അവസ്ഥയിലാണ്. രുക്കു, ഹേമ അലറി. കൂടുതൽ അലറണ്ട. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇനി ഈ വീടിൻ്റെ പടി ഞാൻ ചവിട്ടില്ല. എന്നെ തേടി ബന്ധങ്ങൾ പറഞ്ഞു വരരുത് ആരും, പ്രത്യേകിച്ച് ത്രിലോക് സച്ചിദാനന്ദൻ. അതും പറഞ്ഞ് ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് വീടിൻ്റെ മുന്നിലെത്തിയിരുന്നു. തരുണി വിജയചിരിയോടെ പുറത്തേക്കിറങ്ങി. ആരാ ഈ തരുണി? അതിൽ നിന്ന് ഇറങ്ങിയ ഒരു വനിതാ പോലീസ് ചോദിച്ചു. രുക്കുവിൻ്റെ ചിരി മാഞ്ഞു. ഞാനാണ് മേഡം തരുണി, രുക്കു പറഞ്ഞു. ആഹാ, അപ്പം മോള് നാട് വിടാനുള്ള പ്ലാൻ ആയിരുന്നു അല്ലേ? എന്തായാലും മാഡം വന്ന് ജീപ്പിൽ കയറിക്കോ, കോൺസ്റ്റബിൾ അവളെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു. ഞാൻ എന്തിനാ മേഡം വരുന്നേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, രുക്കു പറഞ്ഞു. പിന്നെ ആരാടി മോളെ നിന്റെ അമ്മായിയെ തലക്കടിച്ചു കൊന്നത്? രുക്കു അടി കിട്ടിയ പോലെ ഞെട്ടി നിന്നു. നിനക്ക് 2 തന്നു പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടല്ല, നിന്റെ വയറ്റിൽ ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതും ഉള്ളതാണോന്ന് കൊച്ചിൻ്റെ അച്ഛൻ ആരാന്നുമൊക്കെ ഇന്ന് നമുക്ക് അറിയാം. വന്നു കയറടി, രുക്കു ഹേമയെ നോക്കി. മാഡം, ആരാ പരാതി തന്നത്? ഹേമ അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഞാനാണ് പരാതി കൊടുത്തത്, ഗായു പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആരാ പരാതിക്കാരിയെന്ന് അറിഞ്ഞല്ലോ. കയറടി. രുക്കുവിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി നിമിഷ നേരം കൊണ്ട് അവർ പോയി. മോളെ നീ? ഹേമ ഗായുവിനോട് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ്. ഇതുവരെ ഞാൻ ഒന്നിലും ഇടപെടാതെ എല്ലാം കണ്ടും കേട്ടു നിന്നു. ഇന്ന് അവൾ എൻ്റെ അനിയനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ചു പരുവമാക്കിച്ചു. അപ്പോൾ പിന്നെ ഇവളെ ഞാൻ വെറുതെ വിടണോ? ഗായത്രി അതും പറഞ്ഞ് അകത്തേക്ക് പോയി. എന്താ മോളെ ഈ നടക്കുന്നത്? മുത്തശ്ശി ചോദിച്ചു. എന്തു തന്നെയായാലും അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. അവളുടെ കാര്യത്തിൽ ഒരു ചെറിയ സങ്കടമുണ്ടായിരുന്നു. ഇപ്പോൾ ഗായ്മോൾ പറഞ്ഞത് കേട്ടപ്പോൾ അതും പോയി കിട്ടി. എവിടെയെന്ന് വെച്ചാൽ അവൾ പോട്ടെ. ഇവിടെ നിന്ന് ആരും ഇനി അവളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞു പോകണ്ട. ഹേമ അത്രയും പറഞ്ഞ് മുറിയിലേക്ക് പോയി. കല്ല് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മെഡിസിൻ്റെ ക്ഷീണത്തിൽ നല്ല ഉറക്കമാണ്. ലല്ലുവിനോട് മഹി വിളിച്ച് വിവരം പറഞ്ഞു. സന്ധ്യയ്ക്ക് പോലീസ് അവനെ പിടിച്ചോണ്ടു പോയതും പിന്നെ അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നതും എല്ലാം. അതുകൊണ്ട് ലല്ലു നേരെ കോവിലകത്തേക്കാണ് വന്നത്. ലല്ലു വരുന്നത് കണ്ട് മഹി അവൻ്റെ അടുത്തേക്ക് പോയി. അങ്കിൾ, ദേവ എവിടെ? ലല്ലു ആദ്യം അതാണ് ചോദിച്ചത്. ദേവ അകത്തുണ്ട് മോനെ. അവനെ ഇടിച്ച് ഇഞ്ച പരുവമാക്കി. മഹിയുടെ കണ്ണ് നിറഞ്ഞു. ലല്ലു മഹിയെ ഒന്ന് നോക്കിയിട്ട് ദേവയുടെ മുറിയിലേക്ക് പോയി. ലല്ലു അവിടെ എത്തുമ്പോൾ ദേവ കണ്ണുകളടച്ച് ബെഡിൽ കിടപ്പാണ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ദേവ, ലല്ലു അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു വിളിച്ചു. ആ ഏട്ടാ. ദേവ പതിയെ എണീറ്റിരുന്നു. എന്താടാ ഇത്? എന്താ ഉണ്ടായത്? ലല്ലു അവനെ മൊത്തത്തിലൊന്ന് നോക്കി ചോദിച്ചു. ഞാനൊന്ന് പുറത്തുപോയി വന്നതും ഇവിടെ പോലീസ് വന്നതും ഒരുമിച്ചായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്യേണ്ട അറസ്റ്റ് വാറന്റ് കൊണ്ടാണ് അവർ വന്നത്. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്നൊക്കെയാണ് എനിക്കെതിരെ അവൾ കൊടുത്ത പരാതിയിൽ ഉള്ളത്, ദേവ പറഞ്ഞു. അതിന് മാത്രം എന്താ ഉണ്ടായത്? നിന്നെ അവൾ പിന്നെ വിളിച്ചോ? ലല്ലു ചോദിച്ചു. ഞാൻ പുറത്തായിരുന്നപ്പോൾ വിളിച്ചു.
പക്ഷേ ഞാൻ കോൾ എടുത്തിരുന്നില്ല. എനിക്ക് അടി കിട്ടിയതിലല്ല സങ്കടം. എൻ്റെ അച്ഛൻ അവിടെ വന്നപ്പോൾ ആ SI എൻ്റെ അച്ഛനെ പറഞ്ഞ വാക്കുകളാണ് എന്നെ വേദനിപ്പിച്ചത്. ഇന്ന് വരെ ആരുടെ മുന്നിൽ ഞാൻ കാരണം അച്ഛൻ തലകുനിച്ച് നിന്നിട്ടില്ല. ഒരു വിവാഹം കഴിച്ചതോടെ എല്ലാം നശിച്ചു. ദേവ അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിയിരുന്നു. ലല്ലു അവനെ ചേർത്ത് പിടിച്ചു. പുതിയ SI ആണോ അതോ നന്ദനാണോ? ലല്ലു അവനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. ഇത് പുതിയ ആളാണ്. അയാൾ ആരോടൊക്കെയോ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ച് ക്യാഷ് അക്കൗണ്ടിലിടുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് എന്നെ തല്ലിയത്, ദേവ പറഞ്ഞു. നീ വിഷമിക്കേണ്ട. നിന്നെ ലോക്കപ്പിൽ കയറ്റിയവൾ ഇപ്പോൾ ലോക്കപ്പിൽ എത്തിയിട്ടുണ്ടാവും. പെണ്ണാണെങ്കിലും പെങ്ങളാണെങ്കിലും പോക്കൃത്തരം കാണിച്ചാൽ നല്ലത് കൊടുക്കണം. നീ റെസ്റ്റ് എടുക്ക്. നാളെ രാവിലെ ആ പരാതി പിൻവലിച്ചിരിക്കും. ലല്ലു അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. മഹിയെ കണ്ടു ലല്ലു ഒന്ന് നിന്നു. ആരെയും ജയിലിലും ലോക്കപ്പിലും ഒന്നും ഇടണ്ട ലല്ലു. എൻ്റെ മോനെ ഞാൻ ഇതുവരെ തല്ലി നോവിച്ചത് എൻ്റെ ഓർമ്മയിലില്ല. ഒരു കല്യാണം കഴിഞ്ഞതു മുതൽ എൻ്റെ കുഞ്ഞ് അനുഭവിക്കുക. ഇനിയും അവനെ ഇങ്ങനെ കൊല്ലരുത് എന്ന് അനിയത്തിയെ പറഞ്ഞു മനസ്സിലാക്കണം, മഹി പറഞ്ഞു. ലല്ലു ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങിപ്പോയി. ലല്ലു നേരെ പോയത് സ്റ്റേഷനിലേക്കായിരുന്നു. ലല്ലു അവിടെ എത്തുമ്പോൾ SI ആരോടോ ഫോണിൽ സംസാരമാണ്. പെട്ടെന്ന് ലല്ലുവിനെ കണ്ട് അയാൾ എണീറ്റ് സല്യൂട്ട് അടിച്ചു നിന്നു. തരുണി തന്ന പരാതി അന്വേഷണം നടത്തിയോ? ലല്ലു ചെയറിലേക്കിരുന്ന് ചോദിച്ചു. സാർ, അവനെ പിടിച്ച് 4 കൊടുത്തു. അവൻ്റെ അച്ഛന് നല്ലത് കൊടുത്താണ് വിട്ടത്, SI ഉത്സാഹത്തോടെ പറഞ്ഞു. ആണോ? കേസ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് എവിടെ? SI പതുങ്ങിയൊന്ന്. അല്ല സാർ. അയാൾ തല ചൊറിഞ്ഞുകൊണ്ട് ലല്ലുവിനെ നോക്കി. ലല്ലു ചാടി എണീറ്റ് അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ചുവരോട് ചേർത്ത് നീക്കി. ചുവരോട് ചേർത്ത് നിർത്തി. വല്ലവനും തരുന്ന കൈക്കൂലി വാങ്ങി പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന നിന്റെ ഇന്നത്തോടെ തീർന്നു. നിനക്ക് എതിരെയുള്ള സ്പെഷ്യൽ അന്വേഷണവും സസ്പെൻഷൻ ലെറ്ററും വരുന്നുണ്ട്. പിന്നെ ദേവ നാളെ മറ്റൊരു കംപ്ലൈൻറ്റ് നേരിട്ട് DGPക്ക് നൽകുന്നുണ്ട്. അയാൾ ഞെട്ടിക്കൊണ്ട് ലല്ലുവിനെ നോക്കി. സാർ, ഞാൻ അറിയാതെ. ഇനി ഒന്നും. ലല്ലു അത് കേൾക്കാത്ത പോലെ രുക്കു കൊടുത്ത പരാതിയെടുത്ത് പുറത്തേക്കിറങ്ങി. ആ നിമിഷം തന്നെ SIയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എന്തായി പീതാംബര? വച്ചിട്ട് പോടാ. തന്നെ പോലെ ഉള്ളവർമാർ കാരണം എനിക്കാണ് ഇപ്പോൾ കിടക്ക ഇല്ലാത്തത്. അതും പറഞ്ഞ് കോൾ കട്ടാക്കി. ആദി നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്നു. ഹലോ. ഹായ് ആതിര, സുഖമാണോ നിനക്ക്? ആദി എണീറ്റിരുന്ന് നമ്പർ നോക്കി. പ്രൈവറ്റ് നമ്പർ. നിങ്ങൾ ആരാ? ആദി സംശയത്തോടെ ചോദിച്ചു. ഞാൻ ആരാണെന്ന് പിന്നെ പറയാം. ഇപ്പോൾ ഞാനൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയുണ്ടെന്ന് പറയ്. ബൈ. അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി. ആദി ഫോണിൽ വന്ന വീഡിയോ ഓപ്പൺ ആക്കി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആദി വേഗം ഫോണെടുത്ത് പുറത്തേക്കിറങ്ങി.